everyone. +1 full A+ വാങ്ങിച്ചാൽ മാത്രമാണോ +2 full A+ ആവുന്നത്? ഈ ഒരു സംശയത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കേ. അതായത് നമ്മുടെ +1നും +2നെയും കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ ഓരോ സബ്ജക്റ്റിനും വരുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200ലാണ് വരുന്നത്. ഓക്കെ, +1ഉം +2ഉം കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും 200 മാർക്കിലാണ് വരുന്നത്. ഈ ഒരു 200 മാർക്കിൽ 180 പ്ലസ് എബവ് 180 അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഒരു 200 മാർക്ക് നിങ്ങൾക്ക് തിയറി എഴുതിയെടുത്ത് മാത്രം കിട്ടുന്ന മാർക്കല്ല, പകരം നിങ്ങൾക്ക് 2 ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെയാണ് CE മാർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ്, ദെൻ അറ്റൻഡൻസ് കറക്റ്റ് ഉണ്ടോ, അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ഡേറ്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അസസ് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇട്ട് തരുന്ന മാർക്കാണ് C മാർക്ക് എന്ന് പറയുന്നത്. ഈ C മാർക്ക് +1ൽ 20 മാർക്കിനാണ് വരുന്നത്. അതേപോലെ തന്നെ +2ലും ഓരോ സബ്ജക്റ്റിന് 20 മാർക്കാണ് വരുന്നത്. സോ +1 + +2 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ C മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 60 മാർക്കിന് ഏതൊക്കെ സബ്ജക്റ്റ് വരുന്നുണ്ട്, ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, ഹോം സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ എല്ലാ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടായിരിക്കും. കാരണം അത് ഔട്ട് ഓഫ് 60ൽ വരുന്ന എക്സാംസ് ആണ്. അപ്പോൾ ഈ ഒരു ഔട്ട് ഓഫ് 60ൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എക്സാമാണ് പ്രാക്ടിക്കൽ എക്സാം. ഇത് +2ൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കായിരിക്കും. ഈ 2 മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ C മാർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും കിട്ടും. സോ 80 മാർക്ക് നമുക്ക് ഈ 180 എന്ന് പറയുന്ന A+ ഈസി ആയിട്ട് 80 മാർക്കിലോട്ട് എത്തി. ഇനി ബാക്കി നമുക്ക് എത്ര മാർക്ക് എഴുതിയെടുക്കണം? മാർക്ക് നോക്കാം. 180 - 80 100 മാർക്ക് നിങ്ങൾ ഫസ്റ്റ് +1ലും +2ലും കൂടി ചേർത്തിട്ട് എഴുതിയെടുത്തു കഴിഞ്ഞാൽ 180 എന്ന് പറയുന്ന നമ്മുടെ A+ൻ്റെ ഫസ്റ്റ് A+ എന്ന് പറയുന്ന മാർക്ക് 180 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 180 മാർക്കിലോട്ട് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ മാത്രമാണ്. പക്ഷെ നമുക്ക് ലാംഗ്വേജ് സബ്ജക്റ്റും വരുന്നുണ്ട്, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിനും ഇതുപോലെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലാംഗ്വേജ് സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടായിരിക്കില്ല. കാരണം ഇത് ഔട്ട് ഓഫ് 80ലാണ് വരുന്നത്. ലാംഗ്വേജ് സബ്ജക്റ്റ് ഔട്ട് ഓഫ് 80ലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് പക്ഷേ ഒരു ബോണസ് മാർക്ക് വരുന്നുണ്ട്. ഏതാണ്? C മാർക്ക് ഉണ്ട്. ഓക്കെ, C മാർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ടായിരിക്കും. +1നെയും +2ഉം കൂടി ആഡ് ചെയ്താൽ 40 മാർക്ക് ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ 200ൽ 180 ആണ് നമ്മുടെ A+ൻ്റെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. സോ 180ന് ഈ ഒരു 40 മാർക്ക് കുറച്ചാൽ 140 മാർക്ക്. ഈ ഒരു 140 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. +1ലും +2ലും കൂടി ചേർത്ത് 140 മാർക്ക് നിങ്ങൾ തിയറിയിൽ എഴുതിയെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 മാർക്ക് A+ മാർക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം +1ലും +2ലും എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു മാർക്ക് എഴുതിയെടുക്കുക എന്നുള്ളത്. +1ൽ ഇപ്പോൾ ഔട്ട് ഓഫ് 60 നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഇൻക്ലൂഡ് ചെയ്ത സബ്ജക്റ്റിൽ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ 60ൽ 50 മാർക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. +1ൽ 60ൽ 50 മാർക്ക് വാങ്ങിച്ചു. അത് ജസ്റ്റ് A ഗ്രേഡാണ്, A+ ഗ്രേഡ് അല്ല, A ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കെമിസ്ട്രിയിൽ ഞാൻ 50 മാർക്കേ വാങ്ങിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഫുൾ C മാർക്കുണ്ട്. ദെൻ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഇതുപോലെ 60ൽ 50 മാർക്ക് A ഗ്രേഡിലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങൾക്ക് എത്ര മാർക്കായിരിക്കും? നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആയിരിക്കും. കാരണം ഈ ഒരു 50 മാർക്ക് 50 + 50 എന്ന് പറയുന്ന 100 മാർക്ക് 80 മാർക്ക് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. C മാർക്കും പ്രാക്ടിക്കൽ എക്സാംസും കൂടി. ദെൻ ഈ ഒരു 100 മാർക്ക് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയാൽ മതി. അത് +1ൽ നിങ്ങൾ കെമിസ്ട്രിയിൽ 50 മാർക്ക് വാങ്ങിച്ചു, അതേപോലെ തന്നെ +2ൽ 50 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ A+ ഗ്രേഡായി. സിമ്പിൾ. അപ്പോൾ +1ൽ A ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ, +2ൽ നിങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഫൈനൽ ഗ്രേഡ് കാർഡിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് A+ ഗ്രേഡായിട്ട് മാറി. ഓക്കെ, ഇനിയിപ്പോൾ ഔട്ട് ഓഫ് 80 മാർക്കിൽ വരുന്ന സബ്ജക്റ്റ് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് C മാർക്ക് ഫുള്ളായിട്ട് കിട്ടി. C മാർക്ക് ഫസ്റ്റ് +1ലും 20 മാർക്ക് കിട്ടി, അതേപോലെ +2ലും 20 മാർക്ക് കിട്ടി. അങ്ങനെ ടോട്ടൽ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എക്സാമ്പിൾ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 80ൽ 70 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു.
80-ൽ 72 ആണ് A+ എന്ന് പറയുന്നത്. സോ 80-ൽ 70 മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് A ഗ്രേഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു A ഗ്രേഡ് മാർക്കാണ് നിങ്ങൾക്ക് +1 ഉള്ളത്. അതേപോലെ നിങ്ങൾ +2-ൽ 70-ൽ 80 മാർക്ക് വാങ്ങിച്ച് 80-ൽ 70 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഗ്രേഡ് കാർഡിൽ A+ ഗ്രേഡ് ആവും. കാരണം 140 മാർക്കേ നമ്മൾക്ക് ഇനി എഴുതിയെടുക്കാനുള്ളൂ. ബാക്കി 40 മാർക്ക് നമുക്ക് ബോണസ് ആയിട്ട് C മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 140 എത്തിക്കാൻ വേണ്ടി നിങ്ങൾ +1-ൽ 70 മാർക്ക് വാങ്ങിച്ചു, +2-ൽ 70 മാർക്ക് വാങ്ങിച്ചാൽ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് A+ ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ +1-ൽ A+ കിട്ടിയാൽ മാത്രമേ +2-ൽ A+ കിട്ടും എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. കാരണം +1-ൽ ഇപ്പോൾ A ഗ്രേഡ് ആയി കഴിഞ്ഞാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് +2-ൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. A+ എന്ന് പറയുന്ന ഗ്രേഡിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട് ഓഫ് 60-ൽ 54 to 60 വന്നാൽ A+ ഗ്രേഡ് ആണ്. ഈ ഒരു മാർക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെക്കൻഡ് ഇയറിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ഔട്ട് ഓഫ് 80 നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റിൽ വരുന്ന മാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 180 to 200 മാർക്ക്. 180 to 200 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ആയിരിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനും ദെൻ C മാർക്ക് ഇന്റേണൽ മാർക്കും ഫുള്ളായിട്ട് വാങ്ങിച്ചിരിക്കണം. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഈ തിയറി എഴുതിയെടുക്കേണ്ട മാർക്ക് +1-ൽ നന്നായിട്ട് പഠിക്കുക. ദെൻ കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ +2-ൽ എന്ത് ചെയ്യുക? അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് മാർക്ക് വാങ്ങിച്ചാൽ മതി. സോ ഇന്ന് മുതൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 180 to 200 ഇടയ്ക്കുള്ള മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ഇതുപോലെ പ്ലാൻ ചെയ്ത് പഠിക്കുക. സോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം? A+ ഗ്രേഡ് എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.